ഹായ് ഓൾ, ഇന്ന് ചപ്പാത്തി കൊണ്ട് കൊത്തു പൊറോട്ട സ്റ്റൈലിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മളുടെ വീട്ടിൽ ബാക്കി വന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ ചപ്പാത്തി കൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു 4 ചപ്പാത്തി ഇതേപോലെ കൈ കൊണ്ട് തന്നെ പിച്ചിടാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വലിയ സവാളയുടെ പകുതി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, 5 ടേബിൾ സ്പൂൺ ഷ്രെഡഡ് ക്യാരറ്റ്, 4 ടേബിൾ സ്പൂൺ ക്യാബേജ്, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി. ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മുരിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നാൽ മതി, പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നേരത്തെ കാണിച്ച എല്ലാ വെജിറ്റബിളും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം, കാരണം ചെറിയ പീസായതുകൊണ്ട് വേഗം തന്നെ കുക്കായിട്ട് വരും. ഇതെല്ലാം ഒന്നിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് വഴറ്റുമ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി നമ്മൾക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തുറന്ന് നോക്കാം. ഇപ്പോൾ ദാ തക്കാളി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ആ സമയത്ത് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ മസാല പാനിൻ്റെ ഒരു സൈഡിലോട്ട് നീക്കി വെക്കാം. 2 മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ച് ചിക്കി എടുക്കണം. ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇപ്പം ഇടുന്നില്ല. എല്ലാം കൂടെ കമ്പൈൻ ചെയ്തതിന് ശേഷം മസാലയിലോ ഉപ്പും എരിവും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എരിവ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തെടുക്കാം. ഇനി ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നന്നായിട്ട് ഈ മസാല കോട്ട് ചെയ്യുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.